Hello guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോജിടെക്കിൻ്റെ മൗസ് വയർലെസ് മൗസ് ആൻഡ് കീബോർഡ് കോംബോ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് MK235. അപ്പോൾ ഇതെനിക്ക് ഒരു മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റിവ്യൂ തരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോയിൽ ഞാൻ മൊത്തം പറയാൻ പോവുകയാണ്. അതുപോലെ നിങ്ങളൊരു വയർലെസ് മൗസ് ആൻഡ് കീബോർഡ് കോംബോ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ഇത് ഭയങ്കര നല്ലൊരു റിവ്യൂ കിട്ടിയ ഒരു പ്രൊഡക്റ്റുമാണ്. പിന്നെ നിങ്ങൾ യൂട്യൂബേഴ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു റിവ്യൂ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിലെനിക്ക് കുറച്ച് കോൺസ് കണ്ടു, കുറച്ച് നല്ലൊരു പ്രോസും കണ്ടു. അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കീബോർഡിൻ്റെ പാക്കേജ് അങ്ങനെയാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടും, പിന്നെ 2 AAA ബാറ്ററി കിട്ടും കീബോർഡിൻ്റെ ഉള്ളിലിടാൻ, ഒരു AA ബാറ്ററി കിട്ടും മൗസിൻ്റെ ഉള്ളിലിടാൻ. അത് ഡ്യൂറസെലിൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ കീബോർഡും ഇപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ അവർ പറയണത് 1 വർഷം എന്തായാലും മൗസിൻ്റെ ബാറ്ററി ലൈഫ് നിൽക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം 6 to 7 months വരെയ്ക്ക് നിൽക്കും. അതേമാതിരി കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചുണ്ടാവും. മാക്സിമം ഒരു ആവറേജ് യൂസറിന് ഒരു 2 yearsൻ്റെ അടുത്ത് നിൽക്കും ബാറ്ററി ലൈഫ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. അപ്പോൾ മൗസിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ബാറ്ററി ഇടാനുള്ള സ്ഥലം നമുക്ക് ഇങ്ങനെ ഊരാം. ഓപ്റ്റിക്കൽ മൗസാണിത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, നമുക്ക് മൗസിൻ്റെ ഉള്ളിൽ തന്നെ അഡോപ്റ്റർ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. കണ്ടില്ലേ, നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൗസ് പ്ലഗ് ആൻഡ് പ്ലേ മാതിരിയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മൗസിൻ്റെ അഡോപ്റ്റർ പോവാതെ സൂക്ഷിക്കാൻ നമുക്ക് മൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കാം. പിന്നെ മൗസ് വളരെ ചെറുതാണ്, കണ്ടില്ലേ, കൈൻ്റെ അത്രയുള്ളൂ. നല്ലൊരു ടാക്ടൈൽ ഫീഡ്ബാക്കൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതുമാതിരി സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ബാക്ക് സൈഡ് കീബോർഡിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ AA മീൻസ് 2 AAA ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 2 വർഷത്തോളം നിങ്ങൾക്ക് നടക്കേണ്ടതാണ് ഈ ബാറ്ററി. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി വരാം. പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് മൗസിൻ്റെ ബാക്കിൽ ഓൺ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്. നമ്മൾ മൗസ് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്കിത് ഓഫാക്കി വയ്ക്കാം. പക്ഷേ കീബോർഡിൻ്റെ ബാക്കിൽ നമുക്ക് ഓൺ ഓഫിൻ്റെ ബട്ടണിൽ കീബോർഡ് എപ്പോഴും ഓൾവേസ് ഓണാണ്. അതൊരു കോണാണ് എനിക്കായിട്ട് തോന്നിയത്. രണ്ടാമത്തെ കോൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതേമാതിരി നമുക്ക് ലോക്ക് ഓൺ ആണോ ഓഫാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. അതൊരു കോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബാക്കി എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. 1200 രൂപയ്ക്കാണ് മേടിച്ചത് എനിക്ക് തോന്നുന്നു. 1200 സംതിങ് രൂപയ്ക്കാണ് ഇത് മേടിച്ചത് ഞാൻ. നിങ്ങൾക്ക് ഓഫറൊക്കെ ഫ്ലിപ്കാർട്ട് ഡീൽസൊക്കെ വരെ നിങ്ങൾക്ക് 1000 rupees കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്. പക്ഷേ 1200 രൂപയ്ക്കാണ് മേടിച്ചത്. നല്ലൊരു കോംബോ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ടേബിളിൽ ലാപ്ടോപ്പിനും ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ വയറൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ലുക്കാവും നമ്മുടെ ഡെസ്ക്ടോപ്പിനും ലാപ്ടോപ്പിനും ഒക്കെ. അപ്പോൾ ഇത് മേടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് മേടിക്കാം. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.